നമ്മളിന്ന് ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതിൽ നമ്മൾ ഈ ചാപ്റ്ററിന്ന് മുഴുവനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്: ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, അതുപോലെ എന്തൊക്കെയാണ് SI യൂണിറ്റ്, ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്നതാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. പിന്നെ അവിടെ നമ്മൾ പഠിക്കുന്നത് അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസ്, ഫോർമുല മാസ്. അതുപോലെ മോളിക്കുലാർ മാസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പിന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എങ്ങനെയാണ് കാണുക, എന്താണ് മോൾ കൺസെപ്റ്റ്, അതുപോലെ തന്നെ എന്താണ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല, ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അത് മുഴുവനായിട്ട് നമ്മളിന്ന് ഡീൽ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ ദ്രവ്യം, അതായത് ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ പറയും മാറ്റർ. ആ മാറ്ററിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: മിക്സ്ചേഴ്സും പ്യുവർ സബ്സ്റ്റൻസും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള വസ്തുക്കൾ, മറ്റേ മിക്സ്ചേഴ്സ്. പ്യുവർ സബ്സ്റ്റൻസ് രണ്ടെണ്ണം ഉണ്ട്: എലമെൻസും കോമ്പൗണ്ട്സും, അതായത് മൂലകങ്ങളും അതുപോലെ തന്നെ കോമ്പൗണ്ടുകളും. മിക്സ്ചേഴ്സ് രണ്ട് തരമാണ്: ഹോമോജീനിയസ് മിക്സറും ഹെട്രോജീനിയസ് മിക്സറും. ഹോമോജീനിയസ് എന്നുള്ളതിനർത്ഥം ഒരുപോലെയുള്ളത്, ഒരേ കോമ്പോസിഷൻ ഉള്ളത്. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കോമ്പോസിഷൻ. അതിൻ്റെ ആ എക്സാമ്പിൾസ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഹോമോജീനിയസ് മിക്സറിന് എക്സാമ്പിൾ എയർ ഉണ്ട്, മിൽക്ക് ഉണ്ട്. അതുപോലെ ഹെട്രോജീനിയസ് മിക്സറിന് മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ ചെളിവെള്ളമാണ്. അതുപോലെ തന്നെ അയേണും സൾഫറും ചേർന്നൊരു മിക്സർ. ഈ എക്സാമ്പിളുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, അത് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ തന്നാൽ നമുക്ക് അറിയണം വെദർ ഇറ്റ് ഈസ് ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ് എന്നുള്ള കാര്യം. അടുത്ത നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്: SI യൂണിറ്റുകൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൽ ഓരോന്നിൻ്റെ യൂണിറ്റ് നോക്കുക. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. അതിനെ നമ്മൾ L എന്നുള്ള സിമ്പലോട് സൂചിപ്പിക്കും. അതിനെ മീറ്ററിനെ നമ്മൾ M എന്നുള്ള സിമ്പലോട് ഉപയോഗിക്കും. മാസ് M ആണ്, അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. അതിനെ kg എന്നുള്ള സിമ്പലോട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ടൈം T, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതിനെ S എന്നുള്ള സിമ്പലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇലക്ട്രിക് കറണ്ട് I, അതിൻ്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയറിനെ നമ്മൾ A എന്നുള്ള അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കാറ്. അടുത്ത ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിനെ T എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അതിൻ്റെ യൂണിറ്റ് കെൽവിൻ, ദാറ്റ് ഈസ് K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിനെ നമ്മൾ N എന്നുള്ള അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അതിൻ്റെ യൂണിറ്റ് മോളാണ്. അതിനെ നമ്മൾ MOL, മോൾ എന്നാണ് സൂചിപ്പിക്കുക. നെക്സ്റ്റ് ഇസ് ല്യൂമിനസ് ഇൻറ്റൻസിറ്റി, IV. അതിനെ കാൻഡിലയാണ് യൂണിറ്റ്, CD എന്നുള്ള സിമ്പലോട് നമ്മൾ സൂചിപ്പിക്കുന്നു. അടുത്ത സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൽ എത്ര ഡിജിറ്റിന് വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഉള്ള, അതായത് നമ്മൾ പറഞ്ഞ വിലയുള്ള നമ്പർ എത്ര ഡിജിറ്റ്സ് ഉണ്ട്, അങ്ങനെ ആ നമ്പറിനാണ് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഒരു നമ്പർ തന്നാൽ അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ചില റൂളുകളുണ്ട്. അതായത് ആദ്യത്തെ നോക്കുക: ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഒരു നമ്പർ നിങ്ങൾക്ക് തന്നാൽ അതിൽ സീറോ അല്ലാത്ത ഏതെല്ലാം ഉണ്ടോ അതെല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അടുത്തത് സീറോസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ നമ്പർ ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. ഒരു നമ്പറിൻ്റെ തുടക്കത്തിൽ വരുന്ന സീറോ, അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് നോക്കുക: സീറോസ് ബിറ്റ്വീൻ നോൺ സീറോ ഡിജിറ്റ്സ്. രണ്ട് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിലാണ് സീറോ വരുന്നതെന്നുണ്ടെങ്കിൽ ആ സീറോയ്ക്ക് വാല്യൂ ഉണ്ട്, അപ്പോൾ അതിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണം. സീറോസ് ടു ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഡെസിമൽ പോയിന്റിന് വലതു ഭാഗത്ത് കിടക്കുന്ന സീറോകൾ, അതിനും നമ്മൾ വാല്യൂ ഉള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഞാൻ നിങ്ങൾക്ക് ചില നമ്പേഴ്സ് തരുന്നുണ്ട്. ആ തരുന്നതിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അത് പ്രോബ്ലംസ് സാധാരണ ചോദിക്കാറുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ഒരു നമ്പർ 158 എന്നുള്ള നമ്പർ, ഇതിൽ സീറോ ഒന്നുമില്ല, എല്ലാം നോൺ സീറോ ഡിജിറ്റാണ്. അപ്പോൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 3. അടുത്ത 1.32 സെയിം ആണ്, അവിടെയും സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 3 ആണ്. നെക്സ്റ്റ് 0.05, ഇവിടെ ഈ സീറോയ്ക്കൊന്നും വിലയില്ല, ആകെ കൂടെ വിലയുള്ളത് ഈ 5 മാത്രമേ ഉള്ളൂ. സോ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ 1 ആണ്. അടുത്തത് 0.0038, ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് 3ഉം 8ഉം മാത്രമാണ്, അതുകൊണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 2. നെക്സ്റ്റ് 1.08, ഇവിടെ സീറോ കിടക്കുന്നത് രണ്ട് നോൺ സീറോ ഡിജിറ്റുകളുടെ ഇടയിലാണ്, അതുകൊണ്ട് ഈ സീറോയും നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണക്കാക്കണം. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 3.
അടുത്ത 2.0015. ഇവിടെ ഈ സീറോകൾക്കെല്ലാം വിലയുണ്ട്, കാരണം രണ്ടും അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളത് നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അപ്പോൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 5. അടുത്ത 5.0. ഇതാണ് നമ്മൾ പറഞ്ഞ അവസാനത്തെ പോയിന്റ്. ദ സീറോസ് ടു ദ റൈറ്റ് ഓഫ് ദ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞു. ഡെസിമലിൻ്റെ വലതുവശത്ത് കിടക്കുന്ന സീറോ ഇതിന് വിലയുണ്ട്. അപ്പോൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 2. അടുത്തത് നോക്കൂ, അതുപോലെ തന്നെ 2.60. അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 6 കിടപ്പുണ്ട്, 0 കിടപ്പുണ്ട്, അതിനൊക്കെ വിലയുള്ളതാണ്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 3. 2.600 അവിടെ 4. 3.8 × 10⁻⁻5. ഇങ്ങനെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഈ 10⁻⁻ എത്രയാണോ അതിനെ നമ്മൾ നോക്കുക വേണ്ട, അതിന് വിലയില്ല. നമ്മൾ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ 3.8 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 3.8 എന്ന് പറയുമ്പോൾ 3ഉം 8ഉം രണ്ടും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിൻ്റെ എണ്ണം 2. അടുത്ത 6.023 × 10⁻23. 10⁻23 നമ്മൾ കണക്കാക്കണ്ട, ബാക്കി നോക്കിയാൽ ബാക്കിയുള്ളതൊക്കെ കൂടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കാണാനുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി ഉണ്ടാവും വിചാരിക്കുന്നു. അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും, ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനാണ്. കെമിക്കൽ കോമ്പിനേഷനുമായിട്ട് ബന്ധപ്പെട്ട 4 ലോസാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ നോക്കൂ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് അറിഞ്ഞിരിക്കണം, ലാവോസിയർ. ആ ലോയിൽ പറയുന്ന കാര്യം നോക്കുക. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്ട്സ് ഓർ മാറ്റർ ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. റിയാക്റ്റൻസിൻ്റെ മാസ്, ഒരു റിയാക്ഷനിൽ റിയാക്ട് ചെയ്യുന്ന വസ്തുവിനാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ മാസും പ്രൊഡക്റ്റിൻ്റെ മാസും തുല്യമായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്രവ്യത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അത് ശരിയാണോ നമുക്കൊരു ഇക്വേഷൻ വഴി നോക്കാം. ഈ റിയാക്ഷൻ നോക്കാം. കാൽസ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറുന്നു. ഇവിടെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അതിൻ്റെ ടോട്ടൽ മാസ് നമ്മൾ എടുത്ത് നോക്കുക. കാൽസ്യത്തിൻ്റെ മാസ് 40 ആണ്, കാർബണിൻ്റെ മാസ് 12 ആണ്. 3 ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെ മാസ് 16, അപ്പോൾ 3 എണ്ണത്തിൻ്റെയും കൂടെ മാസ് 48. ഇത് 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് റിയാക്റ്റൻ്റ് ആയ കാൽസ്യം കാർബണേറ്റിൻ്റെ മാസ് കിട്ടും. എത്രയാണ് കിട്ടുന്നത്? 100. പ്രൊഡക്ട്സ് നോക്കൂ, കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഇവിടെ പ്രൊഡക്ട്സ്. കാൽസ്യം ഓക്സൈഡിൻ്റെ മാസ് കൂട്ടി നോക്കൂ, 40 + 16 56 കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 12 + 32 44 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്തായി? 100. എന്താ പറഞ്ഞതിനർത്ഥം? കാൽസ്യം കാർബണേറ്റിൻ്റെ മാസും പ്രൊഡക്റ്റായ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ കൂട്ടി കിട്ടുന്ന മാസും തുല്യമാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ശരിയാണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലോയാണ് നമ്മൾ നോക്കുന്നത്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് കോമ്പോസിഷൻ. ഇത് കണ്ടുപിടിച്ചത് ജോസഫ് പ്രൂസ്റ്റ് എന്നുള്ള സയൻറ്റിസ്റ്റ് ആണ്. എന്താ ലോയിൽ പറയുന്നത്? എ കെമിക്കൽ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെന്റ്സ് ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് ചേർന്നിട്ടുണ്ടാവണമാണ് കോമ്പൗണ്ട്. അപ്പോൾ ഒരു കെമിക്കൽ കോമ്പൗണ്ടിലുള്ള എലമെന്റ്സ് സെയിം ആയിരിക്കും. അത് വെറുതെ എലമെന്റ്സ് കമ്പൈൻ ചെയ്താൽ ഒരു കോമ്പൗണ്ട് ആവില്ല. ദാറ്റ് ഷുഡ് ബി ഇൻ എ ഫിക്സഡ് റേഷ്യോ സെയിം ആയിരിക്കണം. നോക്കൂ, ഇവിടെ വാട്ടർ എന്നുള്ള കോമ്പൗണ്ട്, അതിൽ ഏതെല്ലാം എലമെന്റ്സ് ഉണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. വെറുതെ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ചെയ്താൽ വാട്ടർ ആവില്ല. അവിടെ ആ എലമെന്റ്സിന്റെ റേഷ്യോ, ഹൈഡ്രജന്റെ ഓക്സിജന്റെ റേഷ്യോ എന്തായിരിക്കണം? ഹൈഡ്രജൻ 2 ആറ്റം ഉണ്ട്, അപ്പോൾ ഹൈഡ്രജന്റെ മാസ് 2, ഓക്സിജൻ 1 ആറ്റേ ഉള്ളൂ, അതിന്റെ മാസ് 16. അപ്പോൾ 2:16 ഉള്ള റേഷ്യോയിലായിരിക്കണം. 8 ചെറുതാക്കുമ്പോൾ എന്ത് കിട്ടും? 1:8. ഈ റേഷ്യോ മാറിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടേ മാറും. അപ്പോൾ റേഷ്യോയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത് വെറുതെ അല്ല. ആ റേഷ്യോ മാറിക്കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് അതല്ലാതെയാവും. നെക്സ്റ്റ് ലോ, ദറ്റ് ഈസ് ദ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഫൗണ്ട് ഔട്ട് ബൈ ജോൺ ഡാൽട്ടൺ. സ്റ്റേറ്റ്മെന്റ് നോക്കുക. When 2 elements combine to form 2 or more compounds, the mass of one of the element combined with fixed mass of the other gives a simple ratio. എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, എക്സാമ്പിളിൽ കൂടെ നമുക്ക് ക്ലിയർ ആക്കാം. 2 എലമെന്റ്സ്, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് 2 പ്രൊഡക്ട്സ് ഉണ്ടായതാ. കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടായി, കാർബൺ മോണോക്സൈഡ് എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടായി. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 2 പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലും കാർബണിന്റെ മാസ് നോക്കൂ, ഇവിടെയും 12 ആണ്, ഇവിടെയും 12 ആണ്, രണ്ടിലും ഫിക്സഡ് ആണ്. ഇനി ആ ഓക്സിജന്റെ മാസ് നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡിലെ ഓക്സിജന്റെ മാസ് 32 ആണ്, കാർബൺ മോണോക്സൈഡിലെ ഓക്സിജന്റെ മാസ് 16 ആണ്. അവരുടെ റേഷ്യോ നമ്മൾ എടുത്ത് നോക്കുക, 32:16, 2:1 എന്ന് പറയുന്നത് സിമ്പിൾ റേഷ്യോയിലാണ്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് വരും. When 2 elements combine, നമ്മളിവിടെ ഏതൊക്കെ എലമെന്റ്സ് കമ്പൈൻ ചെയ്യിച്ചു? കാർബണും ഓക്സിജനും.
to form 2 or more compounds. ഏതൊക്കെ compounds ഉണ്ടായി? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി, കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. The mass of one of the element combined with fixed mass of the other. ഏതിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കുന്നത്? കാർബണിൻ്റെ മാസ്. Gives a simple ratio. അതർ എലമെന്റ് സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഏതാ അവിടുത്തെ അതർ എലമെന്റ്? ഓക്സിജൻ. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഫിക്സഡ് റേഷ്യോ, മറ്റേതിന്റെ സിമ്പിൾ റേഷ്യോ. Then the next law, that is Gay-Lussac's law of combining volumes. ഇവിടെ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ലോയിൽ തന്നെയുണ്ട്, ഗേ-ലുസാക്ക് ആണ്. ഈ ലോയുടെ പ്രത്യേകത, ഇത് ഗേഷ്യസ് റിയാക്ഷൻസിന് മാത്രമാണ് പ്രധാനമായിട്ടും ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഗേഷ്യസ് റിയാക്ഷനെ സംബന്ധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് വോള്യൂം എന്ന് പറയുന്നത്. വോള്യൂം ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ് at same temperature and pressure gives a simple ratio. ഇവിടെ നോക്കൂ, നമ്മൾ ഈ റിയാക്ഷൻ നോക്കാം. H2 plus Cl2 gives 2HCl. ഇതിൽ 1 മോൾ ഹൈഡ്രജൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 മോൾ എന്ന് പറഞ്ഞാൽ 2 ആറ്റംസ് ചേരുമ്പോഴാണ് 1 മോൾ ഹൈഡ്രജൻ ആവുക. അതുപോലെ തന്നെ 1 മോൾ ക്ലോറിൻ ഉണ്ട്. രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി? 2 മോൾ HCl ഉണ്ടായി. നമ്മൾ വോള്യത്തിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ 1 ലിറ്റർ ഹൈഡ്രജൻ 1 ലിറ്റർ ക്ലോറിനുമായിട്ട് ചേർന്നിട്ട് 2 ലിറ്റർ HCl ഉണ്ടായി. അതാണ് ഇക്വേഷൻ അർത്ഥം. അപ്പോൾ നമ്മളവിടെ വോള്യൂംസിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിൾ റേഷ്യോ ആണ് കിട്ടുന്നത്, 1:1:2. ഇതാണ് ഗേ-ലുസാക്സ് ലോയിൽ പറയുന്ന കാര്യം. Then the next gas law is Avogadro's law. Equal volumes of all gases under the same temperature and pressure contain equal number of moles. നമ്മൾ എത്ര ഗ്യാസസ് എടുത്തോളൂ സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ, അത് ഈക്വൽ വോള്യൂംസിലാണെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോൾസും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് അവോഗഡ്രോസ് ലോ. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഡാൽട്ടൺസ് അറ്റോമിക് തിയറിയാണ്. ജോൺ ഡാൽട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് ഫാദർ ഓഫ് അറ്റോമിക് തിയറി. ആദ്യമായിട്ട് ആറ്റത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൽട്ടൺ. അദ്ദേഹത്തിൻ്റെ അറ്റോമിക് തിയറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്? കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറ്റോമിക് തിയറിയിൽ പറയുന്നത്. ആദ്യം പറയുന്ന കാര്യം, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. അപ്പോൾ ആറ്റംസ് ഏത് പദാർത്ഥം നമ്മൾ എടുത്താലും അത് ഉണ്ടാക്കിയിരിക്കുന്ന ആറ്റംസിനെ കൊണ്ടാണ്. അതുപോലെ തന്നെ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ആർ ഐഡൻറ്റിക്കൽ. ഒരുപോലുള്ള എലമെൻറ്റ്സ് ആണെങ്കിൽ അതിലുള്ള ആറ്റംസും ഒരുപോലെ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈഡ്രജൻ എന്നുള്ള എലമെൻറ്റിലുള്ള ആറ്റം ആയിരിക്കില്ല ഓക്സിജൻ എന്നുള്ള എലമെൻറ്റിൽ ഉണ്ടാവുക. ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ആണെങ്കിൽ അതിലുള്ള ആറ്റംസും ഡിഫറെൻ്റ് ആയിരിക്കും. And the last point is, atom can neither be created nor be destroyed. ആറ്റത്തിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അടുത്ത് നമ്മൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്ന് പോവുക, നിങ്ങൾക്ക് ബേസിക്സ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണയായിട്ട് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ ആദ്യകാലങ്ങളിൽ സ്റ്റാൻഡേർഡ് ആക്കി എടുത്തിരുന്നത് കാർബൺ 12 ആറ്റത്തിനെയാണ്. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1/12 ഭാഗം എത്രയാണോ അതിനാണ് 1 AMU എന്ന് പറയുന്നത്, 1 അറ്റോമിക് മാസ് യൂണിറ്റ്. ഈ അറ്റോമിക് മാസ് യൂണിറ്റിനെയാണ് നമ്മൾ ഇതിൻ്റെ അറ്റോമിക് മാസിൻ്റെ സ്കെയിലായിട്ട്, റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ സ്കെയിലായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ 1 AMU എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. അടുത്ത നമുക്കറിയേണ്ടത് എന്താണ് മോളിക്കുലാർ മാസ്. അറ്റോമിക് മാസസ് കൂട്ടിക്കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു പ്രോബ്ലംസ് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് നിങ്ങളോട് കാണാൻ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ചെയ്യും? ഏതെല്ലാം എലമെൻറ്റ്സ് അവിടെ ഉണ്ടെന്ന് നോക്കുക. ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ ഈ 2 എലമെൻറ്റ്സിൻ്റെയും കൂടെ മാസസ് കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ മോളിക്കുലാർ മാസ് കിട്ടും. അപ്പോൾ ഹൈഡ്രജൻ്റെ മാസ്, ഒരു ഹൈഡ്രജൻ്റെ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 1 ആണ്. ഇപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ 2 പ്ലസ് ഓക്സിജൻ്റെ മാസ് 16 ആണ്. കൂട്ടുമ്പോൾ നമുക്ക് 18 എന്നാണ് വാട്ടറിൻ്റെ മാസ് കിട്ടുക. ഇതുപോലെ ബാക്കിയുള്ള കോമ്പൗണ്ട്സിൻ്റെ എല്ലാ മാസുകൾ നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുള്ള അറ്റോമിക് മാസസ് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കറിയേണ്ടത് എന്താണ് ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നിങ്ങളോടൊരു കോമ്പൗണ്ട് തന്നിട്ട് അതിൻ്റെ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇപ്പോൾ ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളതിൻ്റെ അറ്റോമിക് മാസസിൻ്റെ സം കാണുന്നതാണ്. ഇപ്പോൾ ഇതാ NaClൻ്റെ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയണം. ഇപ്പോൾ NaCl എന്നുള്ള കോമ്പൗണ്ട് പറയുമ്പോൾ അവിടെ ഏതെല്ലാം ആറ്റംസ് ഉണ്ട്? Na ഉണ്ട്, Cl ഉണ്ട്. അപ്പോൾ NAയുടെ മാസ് എന്ന് പറയുന്നത് 23 ആണ്. Clൻ്റെ മാസ് 35.5. നമ്മളത് രണ്ടും കൂടെ കൂട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 58.5.
വെറുതെ 58.5 എന്ന് എഴുതിയാൽ പോരെ, ഫോർമുല മാസ് ആണെങ്കിൽ അതിന് 58.5 യു എന്ന് എഴുതണം. ഓക്കെ, AMU എന്നുള്ളത്. നെക്സ്റ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ ഉള്ള എലമെൻസിൻ്റെ പെർസെൻറ്റേജ് ആണ്. അത് നിങ്ങൾ ഈ മോളിക്കുലാർ മാസ് കണ്ടു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവിടെ പെർസെൻറ്റേജ് കോമ്പോസിഷനും നിങ്ങൾ കാണണം. നിങ്ങൾ ചെയ്യേണ്ടപ്പോൾ വാട്ടറിൻ്റെ എക്സാമ്പിൾ തന്നെ ഞാൻ പറയാൻ ശ്രദ്ധിക്കുക. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 2 + 16 18 കണ്ടുപിടിച്ചു. അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെയുള്ള എലമെൻസിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. അതായത് ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ്, ഓക്സിജൻ്റെ പെർസെൻറ്റേജ്. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ മാസ്, പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഈക്വൽ ടു എഴുതുക 2 ടോട്ടൽ മാസ് എത്രയാണ്? 18. 2/18 × 100. അതുപോലെ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 16/18 × 100. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. അടുത്തത് എന്താണ്? മോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. 1 മോൾ ഒരു ഏത് സബ്സ്റ്റൻസ് നമ്മൾ എടുത്താലും 1 മോൾ സബ്സ്റ്റൻസ് എടുത്താൽ നിങ്ങൾക്ക് അറിയാം അതിൽ തുല്യ എണ്ണം ആറ്റംസ് ഉണ്ടാവും. എത്ര ആറ്റംസ് ഉണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര ആറ്റംസ് ഉണ്ടാവും? 6.022 × 10⁻23 എന്ന് പറഞ്ഞാൽ ഒരു വലിയ നമ്പറാണ്. ആ നമ്പർ നമ്മൾ പറയാം അവോഗാഡ്രോ നമ്പർ. അപ്പോൾ 1 മോൾ ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിൽ ഈ പറയുന്ന അവോഗാഡ്രോസ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അടുത്ത നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യം എന്താണ് എംപിരിക്കൽ ആൻഡ് മോളിക്കുലാർ ഫോർമുല. മോളിക്കുലാർ ഫോർമുല നമുക്കറിയാം. ഇപ്പോൾ H2O എന്ന് പറയുന്ന വാട്ടറിൻ്റെ മോളിക്കുലാർ ഫോർമുലയാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് H2O എന്നുള്ളതിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നിട്ടാണ് വാട്ടർ ഉണ്ടാകുന്നത്. കൃത്യം എണ്ണം, ആക്ച്വൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് കിട്ടുന്നത്. അതേസമയം എംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റേഷ്യോ ഓഫ് ആറ്റംസ് ആണ്. ആറ്റംസിൻ്റെ റേഷ്യോ എത്രയാണ്? അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം ഒരു കോമ്പൗണ്ടിൻ്റെ എംപിരിക്കൽ ഫോർമുല തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോളിക്കുലാർ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു N × എംപിരിക്കൽ ഫോർമുല. എന്താ N എന്ന് പറഞ്ഞാൽ? അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇത് മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്താലേ അറിയുള്ളൂ. നോക്കുക, ആദ്യം തരുന്നത് ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് നേരിട്ട് എംപിരിക്കൽ ഫോർമുല ഇവിടെ ക്വസ്റ്റ്യൻ്റെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നിട്ടുള്ള എംപിരിക്കൽ ഫോർമുല CH ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് 78 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് നിങ്ങളോട് പറയുന്ന മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനാണ്. അപ്പോൾ CH എന്നുള്ള എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാ സിയുടെ മാസ് 12, 1 കൂടെ കൂട്ടി നമുക്ക് 13 കിട്ടി. ഇനി നമുക്ക് N കിട്ടിയാലേ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. N കണ്ടുപിടിക്കാൻ നമുക്ക്, അതായത് മോളിക്കുലാർ മാസ് 78 ബൈ നമ്മളിവിടെ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിച്ചു 13. അപ്പോൾ 78/13 നമ്മൾ ചെയ്തു 6 എന്ന് കിട്ടി. സംശയമില്ല വിചാരിക്കണം. ഇനി അപ്പോൾ N കിട്ടി നമുക്ക്. ഇനി മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ വേണ്ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? N × എംപിരിക്കൽ ഫോർമുല. N എന്ന് പറയുന്നത് 6 ആണ്. എംപിരിക്കൽ ഫോർമുല CH ആണ്. അപ്പോൾ 6 × CH. എങ്ങനെയാണ് ചെയ്യുക? ഇതിനെ ഓരോന്നിനെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് C6H6 എന്ന് പറഞ്ഞാൽ ബെൻസീൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ മോളിക്കുലാർ ഫോർമുല. അടുത്ത ഒരു പ്രോബ്ലം നോക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നോക്കുക, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാർബൺ ഉണ്ട്, അതിൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് നമുക്ക് തന്നിട്ടില്ല. റെസ്റ്റ് ഓക്സിജൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ചെയ്യേണ്ടത് എന്താ? 54.55 കാർബണും ഉണ്ട്, 9.09 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ റെസ്റ്റ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ എത്ര ഓക്സിജൻ ഉണ്ടാവും? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 100ൽ നിന്ന് മൈനസ് ചെയ്യുക. അത് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് ആവും. ഓക്കെ, എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള കാര്യം മോളാർ മാസ് തന്നിട്ടുണ്ട് 88 ഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ മോളിക്കുലാർ ഫോർമുല. സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിലുള്ള ആറ്റംസിൻ്റെ നമ്പർ, റിലേറ്റീവ് നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് റിലേറ്റീവ് നമ്പർ കണ്ടുപിടിക്കുക? അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് കാർബൺ, അതിൻ്റെ മാസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 54.55% ആണ്. ആ 54.55നെ കാർബണിൻ്റെ മാസ് കൊണ്ട്, അറ്റോമിക് മാസായ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന വാല്യൂ 4.54 എന്ന് അവിടെ കിട്ടുന്നു. അടുത്ത എലമെൻറ്റ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ മാസ് നമുക്ക് തന്നിട്ട് 9.09. പക്ഷേ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.09 തന്നെ വരും. അടുത്ത ഓക്സിജൻ ആണ്. ഓക്സിജൻ നമ്മൾ ഈ പറഞ്ഞ പോലെ 54.55ഉം 9.09ഉം കൂടെ കൂട്ടി 100
100ൽ നിന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 36.26 എന്ന് കിട്ടും. ആ 36.26നെ ഓക്സിജന്റെ മാസമായ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.26 കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റിലേറ്റീവ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എംപിരിക്കൽ ഫോർമുല കാണണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഓഫ് ആറ്റംസ്. എങ്ങനെയാണ് റേഷ്യോ കണ്ടുപിടിക്കുക? ഈ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ ആ ചെറിയ നമ്പർ കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യാം. ഇവിടെ ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ നമ്പറായ 2.26 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഡിവൈഡിങ് വിത്ത് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ ഓഫ് കാർബൺ കിട്ടും. കാർബണിന്റെ നമ്പർ എത്രയായിരുന്നു? 4.54 ബൈ ഇവിടുത്തെ ചെറിയ നമ്പർ എന്ന് പറയാൻ 2.26 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2, അതായത് ബാക്കി പോയിന്റ് ഉള്ളതൊക്കെ കളയുക, അതിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എഴുതുകയാണ് 2 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ റിലേറ്റീവ് നമ്പർ 9.09 ആണ്. സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 2.26 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്സിജന്റെ 2.26 തന്നെയാണ് നമ്പർ. അതിനെ നമ്മൾ സ്മോളസ്റ്റ് നമ്പർ 2.26 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതണം. കാരണം നമുക്ക് ഇവിടെ കിട്ടിയത് റേഷ്യോ ആണ്. അപ്പോൾ കാർബൺ 2 ഉണ്ട്, ഹൈഡ്രജൻ 4 ഉണ്ട്, ഓക്സിജൻ 1 ഉണ്ട്. അതനുസരിച്ച് ഫോർമുല എന്ത് വന്നു? C2H4O. ഓക്കെ, അതിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 2 കാർബണിൻ്റെ മാസ് 24 പ്ലസ് 4 ഹൈഡ്രജൻ്റെ മാസ് 4 പ്ലസ് 1 ഓക്സിജൻ്റെ മാസ് 16 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 44 എന്ന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനിൽ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ടായിരുന്നു 88 എന്ന്. ബൈ 44 ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാം. കാരണം എംപിരിക്കൽ ഫോർമുല നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. C2H4O എന്ന് കിട്ടി. അതിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ദ മോളിക്കുലാർ ഫോർമുല ഈസ് C4H8O2. ക്ലിയർ ആയി വിചാരിക്കണം. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്നുള്ളതാണ്. The reagent which is completely consumed in a chemical reaction, that is limiting reagent. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പൂർണ്ണമായിട്ടും ഉപയോഗിക്കപ്പെടുന്ന റിയേജന്റ്, കംപ്ലീറ്റ്ലി കൺസ്യൂം എന്നുള്ള വാക്കിന് അർത്ഥം അതാണ്, പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. ഏതാണോ പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അതിന് പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജന്റ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള അറിയണ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. 1.5 gram of hydrogen react with 14.5 gram of oxygen to form water. ഇവിടെ ഏതാണ് ലിമിറ്റിംഗ് റിയേജന്റ്? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ. നമ്മൾ ആദ്യം ഇക്വേഷൻ എഴുതി, ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ഇക്വേഷൻ എഴുതി. 2H2 plus O2 gives 2H2O. എന്താ അതിനർത്ഥം? 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 2 മോൾ വാട്ടർ ഉണ്ടായി. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1.5 ഗ്രാം ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ 1.5 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര മോളാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? മാസ് ബൈ എന്ത് ചെയ്യുക? അതിൻ്റെ മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. അപ്പം ഹൈഡ്രജൻ്റെ മാസ് നമുക്ക് തന്നിട്ടുള്ള 1.5 ആണ്. ബൈ മോളിക്കുലാർ മാസ് 2 ചെയ്യുമ്പോൾ നമുക്ക് 0.75 മോൾ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഓക്സിജൻ്റെ കണ്ടുപിടിക്കുക. ഓക്സിജൻ്റെ മാസ് നമുക്ക് തന്നിട്ടുള്ള 14.5 ആണ്. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ നമുക്ക് 0.453 മോൾ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം, 2 മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ 1 മോൾ ഓക്സിജനെ വേണ്ടൂ എന്നുള്ളത് നമ്മളവിടെ കണ്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 0.75 മോൾ ഹൈഡ്രജൻ എത്രയേ വേണ്ടൂ? 0.75 ബൈ 2, അതായത് 0.375 മോൾ ഓക്സിജനെ ആവശ്യമുള്ളൂ ശരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടത് നോക്കുക, നമ്മുടെ കയ്യിൽ 0.453 മോൾ ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ഓക്സിജൻ ശരിക്കും ആവശ്യമില്ല. അപ്പോൾ ഓക്സിജൻ കൂടുതലാണ്. ഓക്സിജൻ ഈസ് ഇൻ എക്സസ്. ഓക്സിജൻ കൂടുതലാണെന്ന് പറയുമ്പം മുഴുവനായിട്ട് ആര് ഉപയോഗിച്ചിട്ടുണ്ടാവും? ഹൈഡ്രജനെ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പം മുഴുവനായിട്ട് ഉപയോഗിക്കപ്പെടുന്ന റിയേജന്റ് ഹൈഡ്രജൻ ആണ്. സോ ദ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ഈസ് ഹൈഡ്രജൻ. ക്ലിയർ ആയിട്ട് വിചാരിക്കണം. അടുത്ത അതിലെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഫോംഡ് ഇൻ ദ റിയാക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ 2 മോളാണ് വാട്ടർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മാസ് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 2 മോൾസ് ഹൈഡ്രജൻ അത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. 2 × 18 36. നമുക്ക് പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? ഹൈഡ്രജൻ എത്രയേ ഉള്ളൂ? 0.75 ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എത്ര വാട്ടർ ഉണ്ടാവും? 36 ബൈ 2 × 0.75, അതായത് 13.5 ഗ്രാമാണ് വാട്ടർ ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് റിയാക്റ്റന്റ് വിച്ച് റിമെയിൻസ് അൺറിയാക്റ്റഡ്. റിയാക്ട് ചെയ്യാതെ നിൽക്കുന്ന ആളാരാണ്? ഓക്സിജനാണ്. ഓക്സിജനാണ് എക്സസ് ഉള്ളത്. അപ്പോൾ
നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ നമുക്ക് തന്നിട്ടുള്ളത് 0.453 ആണ്. നമ്മൾ യൂസ് ചെയ്ത് എത്രയേ ഉള്ളൂ? 0.375 മോളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അൺറിയാക്ട് ചെയ്ത് എത്രയാണ്? ഇതാ നമ്മുടെ കയ്യിലുള്ളത് മൈനസ് നമ്മൾ യൂസ് 0.453 മൈനസ് 0.375 ചെയ്യുമ്പോൾ ഇത്രയും നമ്പർ ഓഫ് മോൾസ് ആണ് കിട്ടുക. നമ്മളോട് ചോദിച്ചിട്ടുള്ള അൺറിയാക്ട് ചെയ്ത മാസിൻ്റെ ഓക്സിജൻ്റെ മാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ മോളിക്കുലാർ മാസ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 2.5 ഗ്രാം കിട്ടും. ആ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇനി ഇതിലെ ലാസ്റ്റ് പോർഷൻ ആണ്, ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാവുക നമുക്കറിയാം. സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നിട്ടാണ് സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ആ സൊല്യൂഷനിൽ ഉള്ള സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എത്രയാണ്? അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെന്റ് ദറ്റ് ഈസ് കോൾഡ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക? അതിനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ്. ഒന്ന് മാസ് പെർസെൻറ്റേജ്. അത് ജസ്റ്റ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. മാസ് ഓഫ് സൊല്യൂട്ട് ഓർ സോൾവെന്റ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അടുത്ത കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ദറ്റ് ഈസ് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷൻ നമ്മൾ എടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട് അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ വോള്യൂം ഓഫ് സൊല്യൂഷൻ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതിനെ സൂചിപ്പിക്കുന്ന ക്യാപിറ്റൽ എം എന്നുള്ള അക്ഷരം കൊണ്ടാണ്. നെക്സ്റ്റ് ഇസ് മൊളാലിറ്റി. മൊളാലിറ്റി എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 കിലോഗ്രാം സൊല്യൂഷൻ. രണ്ടും കൂടെ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. മൊളാലിറ്റി ആകുമ്പോൾ 1 ലിറ്ററിലാണ്, മൊളാലിറ്റി ആകുമ്പോൾ 1 കിലോഗ്രാമിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ ഡിവൈഡ് ചെയ്യേണ്ട മാസ് കൊണ്ടാണ്. കാരണം കിലോഗ്രാം നമുക്കറിയാം മാസിൻ്റെ യൂണിറ്റ് ആണ്. സോ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് സ്മോൾ എം എന്നുള്ള അക്ഷരം കൊണ്ടാണ്. അടുത്ത മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് 1 കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതായത് നമ്മൾ ഒരു സൊല്യൂഷനിൽ 2 കമ്പോണൻസ് എ ആൻഡ് ബി എന്നുള്ള 2 കമ്പോണൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ, അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും ആണ്. അപ്പോൾ അതിലുള്ള സോൾവെൻറ്റിലുള്ള നമ്പർ ഓഫ് മോൾസ് നമ്മൾ എൻ എന്ന് കൊടുത്തു, സൊല്യൂട്ടിലുള്ള നമ്പർ ഓഫ് മോൾസ് നമ്മൾ എൻ ബി എന്ന് കൊടുത്താൽ എയുടെ മോൾ ഫ്രാക്ഷൻ എക്സ് എ എന്ന് പറഞ്ഞാൽ എൻ എ ബൈ എൻ എ പ്ലസ് എൻ ബി ആണ്. അതായത് എയിലുള്ള നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അതുപോലെ തന്നെ ബിയുടെ മോൾ ഫ്രാക്ഷൻ എക്സ് ബി എന്ന് പറയുന്നത് എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി ആണ്. അതായത് ബിയിലെ നമ്പർ ഓഫ് മോൾസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് 1 ആണ് കിട്ടുക. എക്സ് എ പ്ലസ് എക്സ് ബി ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുക. താങ്ക് യു.